പൂക്കോട് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ കൊലപാതകം കേരളത്തെ ഞെട്ടിച്ച സംഭവമാണ്. അതിന്റെ അന്വേഷണം നടത്തിയ പോലീസ് ഉദ്യോഗസ്ഥന്മാരെല്ലാം രാഷ്ട്രീയം കളിച്ചു എന്ന് പറയേണ്ടി വരും. എവിഡൻസ് പലതും നശിപ്പിച്ചു. അതിനകത്ത് SFI കുട്ടികൾ പ്രതികളായി വന്നു. 33ഓളം മറ്റു വിദ്യാർത്ഥികളെ ആന്റി റാഗിങ് സ്ക്വാഡുകാർ അവരെ കുറ്റക്കാരായി കണ്ടെത്തി റിപ്പോർട്ട് കൊടുത്തു. അന്വേഷണം നല്ല രീതിയിലെല്ലാം നടക്കുന്നതെന്ന് സിദ്ധാർത്ഥന്റെ മാതാപിതാക്കൾക്ക് അഭിപ്രായം ഉണ്ടായി. ഫാദർ ജയപ്രകാശ് അവരുടെ ബന്ധുക്കളും മുഖ്യമന്ത്രിയെ നേരിട്ട് പോയി കണ്ടു. മുഖ്യമന്ത്രി യാതൊരു വൈമനസ്യം കൂടാതെ അപ്പോൾ തന്നെ CBI അന്വേഷണം നടത്താൻ ഉത്തരവിടുകയും ചെയ്തു. അത് 9-ാം തീയതി ആയിരുന്നു, കഴിഞ്ഞ 9-നായിരുന്നു ആ സംഭവം. മുഖ്യമന്ത്രിക്ക് ഒരു വൈമനസ്യവും ഇല്ല. എല്ലാവരും മുഖ്യമന്ത്രി നടപടിയെ പ്രകീർത്തിക്കുകയും ചെയ്തു. മാതാപിതാക്കളുടെ ആവശ്യപ്രകാരം അന്നേരം തന്നെ ഗവൺമെന്റ് ഉത്തരവ് ഇറക്കുകയും ചെയ്തു. അത് ഗസറ്റിൽ വരികയും ചെയ്തു. ഇനിയുള്ള നടപടിക്രമം എന്താണ്? CBI അന്വേഷണം നടത്താൻ ഗവൺമെന്റ് ഉത്തരവിട്ട് കഴിഞ്ഞാൽ കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയത്തിലേക്ക് ഇവിടുന്ന് അതിൻ്റെ ഒരു റിപ്പോർട്ട് പോകണം. ഗവൺമെന്റിന്റെ കൺസെന്റ് അവിടെ അറിയിക്കണം. അതുപോലെ ഒരു പ്രൊഫോമ, അതെന്താണ് ആ കേസ്, അതിൻ്റെ ഡീറ്റെയിൽസ് അടങ്ങുന്ന ഒരു പ്രൊഫോമ ഉണ്ട്. ആ പ്രൊഫോമയും അവിടെ എത്തിക്കണം. കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയം അതിനുശേഷം കേസ് എടുക്കണോ ഇല്ലയോ എന്ന് CBI ഡയറക്ടർക്ക് കൈമാറും. CBI ഡയറക്ടറാണ് അത് എടുക്കണോ വേണ്ടയോ ഇല്ലയോ എന്ന് നിശ്ചയിക്കുന്നത്. അങ്ങനെ എടുക്കുന്നതിന് തടസ്സമില്ല എന്ന് പറഞ്ഞ് കേസ് മടക്കി പേഴ്സണൽ മന്ത്രാലയത്തിന് കൊടുത്തു കഴിയുമ്പോൾ ഡൽഹി പോലീസ് ആക്ട് 1946 പ്രകാരം അന്വേഷണം നടത്താൻ കേന്ദ്ര ഗവൺമെന്റ് ഉത്തരവിടുകയും ചെയ്യും. ഒരു സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ അധികാര പരിധിയിലുള്ള കാര്യങ്ങളാണ് ലോ ആൻഡ് ഓർഡർ പ്രശ്നങ്ങളും അതുപോലെ പോലീസിന്റെ നടപടിക്രമങ്ങളും അന്വേഷണമല്ല. അതാത് സ്റ്റേറ്റിലുള്ള ആ DGPമാരും ആഭ്യന്തര വകുപ്പുമാണ് ഒരു സ്റ്റേറ്റിലെ ലോ ആൻഡ് ഓർഡർ പ്രശ്നവും ക്രൈമും മറ്റും അന്വേഷണത്തിന്റെ ചുമതല ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് അവർക്കാണ്. എന്നാൽ ഇതിൽ വ്യത്യസ്തമായി യൂണിയൻ ടെറിട്ടറികളിലുള്ള അന്വേഷണം ഡൽഹി സ്പെഷ്യൽ പോലീസ് ആക്ട് 1946 പ്രകാരം യൂണിയൻ ടെറിട്ടറിയിലെല്ലാം ഡൽഹി പോലീസാണ് ഇത് അന്വേഷിക്കുന്നത്. അത് കേന്ദ്ര ഗവൺമെന്റ് പ്രാദേശികമായ സംസ്ഥാനങ്ങളാണെന്ന് പറയാം. അതുകൊണ്ടാണ് അവിടെയുള്ള കേസുകളെല്ലാം, ജമ്മു കാശ്മീർ ഉൾപ്പെടെയുള്ള കേസുകളെല്ലാം സെൻട്രൽ ഗവൺമെന്റ് ആണ് അന്വേഷിക്കുന്നത്. അത് ഡൽഹി പോലീസ് ആക്ട് 1946 പരിധിയിൽ ഉള്ളത് കൊണ്ട് അങ്ങനെയുള്ള കേസുകൾ ഡൽഹി പോലീസ് അന്വേഷിക്കും. സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഒരു കേസ് അന്വേഷിക്കണമെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് സമ്മതപത്രം വേണം. അത് കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയത്തെ അയച്ചു കൊടുക്കുകയും ചെയ്യണം. ആ പെർഫോമ അയച്ചു കൊടുക്കുമ്പോൾ അത് വേണോ വേണ്ടേ എന്ന് തീരുമാനിക്കുന്നതും അത് CBI ഡയറക്ടറാണ്. അതിനു മുമ്പ് കേരളത്തിലെ CBI യൂണിറ്റ് ഇതിനെ സംബന്ധിക്കുന്ന പ്രാഥമികമായ ഒരു വിവരം, സർക്കാർ ഇങ്ങനെ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചാൽ ഉടനെ പ്രാഥമികമായ ഒരു റിപ്പോർട്ട് ആ CBI ഡയറക്ടർക്ക് അതാത് സ്റ്റേറ്റ് യൂണിറ്റ് കൊടുക്കും. ഇതെന്ത് കേസാണ്, രാഷ്ട്രീയ കേസാണോ, കൊലപാതകമാണോ, അങ്ങനെയുള്ള ഡീറ്റെയിൽസ്, മോഷണ കേസാണോ, എങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒരു പ്രാഥമിക അതിൻ്റെ FIR നമ്പറും മറ്റു വിവരങ്ങളും എല്ലാം CBI ഡയറക്ടർ എത്തിയിരിക്കും. കാരണം ഇവിടെ മുഖ്യമന്ത്രി CBIക്ക് കൊടുക്കാൻ തീരുമാനിച്ച് ഡിക്ലെയർ ചെയ്തപ്പം തന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് മുഴുവൻ കളക്ട് ചെയ്ത് നമ്മുടെ സംസ്ഥാനത്തെ യൂണിറ്റ് ഓൾറെഡി CBI ഡയറക്ടർക്ക് ഒരു റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെന്റ് ഉത്തരവ് വന്നു കഴിയുമ്പോൾ വീണ്ടും അവര് ഈ കേസ് അന്വേഷണം സ്റ്റാർട്ട് ചെയ്യും. ഇവിടെ 9-ാം തീയതിയാണ് മുഖ്യമന്ത്രി ഇത് CBIക്ക് കൊടുക്കാവുന്ന തീരുമാനമെടുത്തത്, ഉത്തരവിട്ടത്, അത് ഗസറ്റിൽ വരികയും ചെയ്തു. പക്ഷെ 16-ാം തീയതിയാണ് അഡീഷണൽ സെക്രട്ടറി ആഭ്യന്തരം CBIക്ക് കത്ത് നൽകിയത്. അഡീഷണൽ സെക്രട്ടറി ആഭ്യന്തരം CBIക്ക് കത്ത് നൽകാൻ തന്നെ താമസിച്ചിരിക്കുന്നു. 9-ാം തീയതി കഴിഞ്ഞ് 7 ദിവസം കഴിഞ്ഞ് 16-ാം തീയതി അത് ഇവിടുത്തെ സെക്രട്ടേറിയറ്റിൽ നിന്ന് പോയത്, ആഭ്യന്തര വകുപ്പിൽ നിന്ന് പോയത് നേരെ കൊച്ചിക്കാണ്, CBI കൊച്ചി യൂണിറ്റിലേക്ക്. തെറ്റായ ഒരു കീഴ്വഴക്കോ, തെറ്റായ അവർക്ക് നിയമപരമായി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്ത ഒരു വിങ് ആണ് ഇത് കാണിച്ചത്. അതുകൊണ്ടാണ് ഈ ഡിലേ. 16-ാം തീയതി വരെ താമസിച്ചത് കൂടാതെ ആ 16-ാം തീയതി അയച്ചത് തന്നെ കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയത്തിന് പോകേണ്ടതിന് പകരം എറണാകുളം CBI യൂണിറ്റിലേക്ക് പോയി. അതുകൊണ്ട് ഡിലേ വന്നു. സെൻട്രൽ ഗവൺമെന്റ് ഈ വിവരം അറിഞ്ഞിട്ടേ ഇല്ല.
അല്ലെങ്കിൽ CBI ഡയറക്ടർ അറിഞ്ഞിട്ടില്ല. തെറ്റായ രീതിയിൽ അയച്ചത് ആ ഹോം ഡിപ്പാർട്ട്മെന്റിലെ ഡെപ്യൂട്ടി സെക്രട്ടറി VK പ്രശാന്ത, പിന്നെ അവിടുത്തെ സ്പെഷ്യൽ ഓഫീസർ VK ബിന്ദു, അസിസ്റ്റന്റ് SL അഞ്ജു. ഈ മൂന്ന് സ്ത്രീകളാണ് ആ പേപ്പേഴ്സ് കൈകാര്യം ചെയ്തത്. അവർക്ക് എവിടെയാണ് അയക്കേണ്ടതെന്ന് അറിയില്ല. അവർ തെറ്റായിട്ട് എറണാകുളത്ത് CBI ഓഫീസിലേക്ക് അയച്ചു കൊടുത്തു. അതാണ് ഡിലേ എന്നിപ്പം കണ്ടുപിടിച്ചത്. എന്തായാലും ഈ കൊല്ലപ്പെട്ട സിദ്ധാർത്ഥന്റെ പിതാവ് ജയപ്രകാശും ഭാര്യയും വേദനയോടെ എല്ലാ ചാനലുകളിലും അവരുടെ ദുഃഖം പ്രയാസം രേഖപ്പെടുത്തി. അവര് ഈ കേസിന്റെ അന്വേഷണം നടത്തുന്നതിൽ സർക്കാരിന് താല്പര്യമില്ല. കാരണം SFIക്കാരാണ് അതിൻ്റെ അകത്തെ പ്രതികൾ ഭൂരിപക്ഷവും. അവിടുത്തെ വൈസ് ചാൻസലർ ഉൾപ്പെടെയുള്ളവർ പാർട്ടിയുടെ ആൾക്കാരാണ്. അതുകൊണ്ട് അന്വേഷണം നീങ്ങില്ല എന്ന കണക്ക് അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം എല്ലാ വേദികളിലും അവരത് പറഞ്ഞു. വേദനയോടെയാണ് സംസ്ഥാനം അവരുടെ ആ മാതാപിതാക്കളുടെ വാക്കുകൾ കേട്ടത്. എന്തായാലും ആഭ്യന്തര വകുപ്പ് സടകുടഞ്ഞ് എഴുന്നേറ്റു. എന്താണ് സംഭവിച്ചതെന്ന് അപ്പോഴാണ് മനസ്സിലായത്. അതുകൊണ്ടാണ് ഈ 3 പേരെ, ആ ഡെപ്യൂട്ടി സെക്രട്ടറി റാങ്കും അങ്ങനെയുള്ള 3 പേരെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. ഇപ്പോഴേ സ്പെഷ്യൽ ഓഫീസർ ഒരു DYSP DGP ഓഫീസിൽ നിന്ന് നേരെ ഈ റെക്കോർഡുമായിട്ട് സീൽഡ് കവറിലെ ഗവൺമെൻറ് റെക്കോർഡുമായിട്ട് ആഭ്യന്തര വകുപ്പിലേക്ക് കൊടുക്കാനായിട്ട് ഡൽഹിക്ക് ഇന്നലെ പറന്നു പോയിട്ടുണ്ട്. എന്തായാലും യൂണിയൻ ടെറിട്ടറിയിലൊക്കെ കേസ് അന്വേഷിക്കുമ്പോൾ അത് ടേക്ക് ഓവർ ചെയ്യാൻ ഡൽഹി പോലീസിന് നേരിട്ട് അങ്ങ് ടേക്ക് ഓവർ അവരുടെ ജൂറിസ്ഡിക്ഷനകത്ത് വരുന്നതാണ്. പക്ഷേ ഇതിനകത്ത് ആ റിപ്പോർട്ട് ചെല്ലേണ്ട സ്ഥലത്ത് ചെന്നില്ല, തെറ്റായിട്ടുള്ള സ്ഥലത്ത് ചെന്നു. അതൊരു വീഴ്ച തന്നെയാണ്, ആഭ്യന്തര വകുപ്പിലുണ്ടായ വീഴ്ചയാണ്. ആ പുറമയിലെ വിവരങ്ങൾ 8 കാര്യങ്ങളും വേണം. അത് ഇവിടെ FIR എടുക്കുന്ന മലയാളത്തിലാണ്, അപ്പോൾ അതിൻ്റെ ഇംഗ്ലീഷ് വെർഷൻ വേണം. അതിനകത്ത് 8 കാര്യങ്ങൾ FIRഉം ഏതൊക്കെ കുറ്റമാണ്, എത്ര സാക്ഷികളെ ഇതുവരെ കണ്ടു ചോദിച്ചിട്ടുണ്ട്, പോസ്റ്റ്മോർട്ടം ഉണ്ടെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ, അങ്ങനെ 7-8 വിവരങ്ങൾ ചേർത്തിട്ടാണ് ഈ പുറമ തയ്യാറാക്കി FIRന്റെ കോപ്പി സഹിതം സെൻട്രൽ ഗവൺമെൻറ്റിൽ അയച്ചു കൊടുക്കുന്നത്. ഏതായാലും അതൊന്നും കൃത്യമായിട്ട് നടന്നില്ല. അതൊത്തിരി ഡിലേ വന്നു. ഈ ഡിലേ വന്നതോടുകൂടി ഈ കേസിൻ്റെ അന്വേഷണം മരവിച്ചു. ഗവൺമെൻറ് ഉത്തരവിട്ട് കഴിഞ്ഞാൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥരും കേസ് അന്വേഷിക്കാൻ തയ്യാറാകുന്നില്ല, അന്വേഷിക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അന്വേഷിച്ചിട്ടില്ല. തെളിവ് നശിക്കാനും ആ ഒരു കാര്യം പോലീസ് ഉദ്യോഗസ്ഥരെല്ലാവരും ആലോചിക്കണം. ഗവൺമെൻറ് ഒരു ഉത്തരവിട്ടാലും ശരി, ഈ ഉത്തരവനുസരിച്ച് CBI ഏറ്റെടുക്കുന്ന ദിവസം വരെ അന്വേഷണം കൃത്യമായി മുന്നോട്ട് പോയില്ലെങ്കിൽ ഈ കേസിൻ്റെ എവിഡൻസുകൾ നശിച്ചു പോകും. അതുകൊണ്ട് അങ്ങനെ ഒരു ചടങ്ങില്ല. ഗവൺമെൻറ് ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അന്വേഷണം അവിടെ കൊണ്ട് അപ്പം തന്നെ നിർത്തുന്ന ഒരു ഇടപാട് ഇന്ത്യയിലെങ്ങുമില്ല. ഇവിടെ അങ്ങനെ ഒരു ഉത്തരവ് വന്ന ശേഷം ഒന്നും അന്വേഷണം മുന്നോട്ട് നടത്തിയിട്ടില്ല. തുടക്കം മുതലേ നമ്മൾ പറയുന്ന അന്വേഷണ ഉദ്യോഗസ്ഥൻ DYSP ഉൾപ്പെടെയുള്ള സർക്കിളും SIയും അവരൊരു പെർഫഞ്ചറി ഇൻവെസ്റ്റിഗേഷൻ തെറ്റായ രീതിയിലാണ് ഈ കേസിന്റെ അന്വേഷണം തുടക്കം മുതലേ നടത്തിയത്. പല കാര്യങ്ങൾക്ക് അവർ തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. പല എവിഡൻസും നശിച്ചു പോയി. അവർ വേറെ രീതിയിലാണ് ചിന്തിക്കുന്നത്. ആന്റി റാഗിങ് എന്നുള്ള ചിന്ത തന്നെ വളരെ ബാലിശമാണ്. ഇതൊരു ആന്റി റാഗിങ് അല്ല, ഇതൊരു മർഡറാണ്, ഇല്ലെങ്കിൽ ഒരു 307 അറ്റംപ്റ്റ് മർഡറാണ്. അപ്പോൾ പിന്നെ അതൊരു ഗൂഢാലോചനയുണ്ട്. ആ വൈസ് ചാൻസലർ ഉൾപ്പെടെയുള്ളവരും ഡീൻ ഉൾപ്പെടെയുള്ളവരും ഗൂഢാലോചന നടത്തിയിരിക്കുന്നു. അതിന്റെ ഭാഗങ്ങൾ പിന്നെയും വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു മർഡറായിട്ട് അംഗീകരിക്കുന്നില്ല. ഒരു മർഡർ കേസ് തീർച്ചയായിട്ടും അതിനകത്തുള്ള എവിഡൻസുകൾ പ്രിസർവ് ചെയ്യാൻ അവരുടെ ബാധ്യസ്ഥരാണ്. വൈസ് ചാൻസലർ ഉൾപ്പെടെ ഉള്ളവർ ഇതിനകത്ത് പ്രതിയാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതോടൊപ്പം തന്നെ ഈ കേസ് തെറ്റായ രീതിയിൽ അന്വേഷിച്ച് രാഷ്ട്രീയം കളിച്ച പോലീസ് ഉദ്യോഗസ്ഥന്മാരും ഈ കേസിന്റെ കുറ്റചാർജ് കൊടുക്കുമ്പോൾ CBIയുടെ കേസിലെ പ്രതിയാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് CBIയുടെ അന്വേഷണം ഇനി എത്രയും പെട്ടെന്ന് നടക്കണമെങ്കിൽ സെൻട്രൽ ഗവൺമെന്റിന്റെ ഉത്തരവ് വരണം, CBI ഡയറക്ടറുടെ കൺസെന്റ് കിട്ടണം. എങ്കിൽ മാത്രമേ അതിന് ഏതായാലും 1-2 ആഴ്ചയോടെ പോകും. ഏകദേശം 1 മാസത്തോളം ഈ കേസുകൾ അനാവശ്യമായി ഡിലേ ചെയ്തത് അത് കേരള പോലീസ് തന്നെയാണ്, അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് തന്നെയാണ്. അതിവിടെ സംഭവിച്ചിരിക്കുന്നു. എവിഡൻസ് ഒക്കെ നശിച്ചിരുന്നു. സാക്ഷികളെ പലരും സ്വാധീനിച്ചു കഴിഞ്ഞു. അത് തന്നെയല്ല, അവിടെ ഉണ്ടായിരുന്ന ഇത് ഇന്റർപ്രറ്റ് ചെയ്യാനായിട്ട് ആ പോലീസ് ഉദ്യോഗസ്ഥർ പരാജയപ്പെട്ടു. എന്താണ് സംഭവിച്ചതെന്ന് അവർക്ക് ഇന്നും വ്യക്തതയില്ല. വളരെ ലാഘബുദ്ധിയോടെ ഒരു മനുഷ്യന്റെ ജീവൻ പോയെന്നുള്ള കാര്യം അവർ വിട്ടുപോയി. ഒരേക മകനാണെന്ന് വിചാരിച്ചോണം. ആ ആളെ സാധാരണ ഒരു കൊലപാതകം പോലെയല്ല നമ്മളിത് കാണുന്നത്. 3-4 ദിവസങ്ങളെടുത്ത് അതിനെ പീഡിപ്പിച്ച് കൊല്ലുകയായിരുന്നു. അതോടൊപ്പം ആ സ്കൂളിലെ ആ കോളേജിലെ അവിടെ പഠനത്തിന് വന്ന അന്ന് മുതൽ
അവിടുത്തെ SFI യൂണിറ്റിന്റെ ത്രട്ടണിങ്ങിൽ തന്നെയായിരുന്നു. എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും SFI യൂണിറ്റ് നേതാവിന്റെ മുറിയിൽ പോയി പ്രസന്റ് വെക്കണം. അവിടെ അയാൾ നഗ്നനായിട്ട് ഇവരെ നടത്തും. അയാൾ പറയുന്ന പോലെ കാര്യങ്ങൾ ചെയ്യണം, അവിടെ വെച്ച് പീഡിപ്പിക്കും. ഇതൊക്കെ നടന്നിട്ടും വളരെ ലാഘവബുദ്ധിയോടെയാണ് ആ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ഇതിനകത്ത് ഈ കേസ് അന്വേഷിച്ചത്. അതുകൊണ്ട് അവർക്കെതിരായിട്ട് നടപടി വേണ്ടി വരും. അവർ ഈ കേസിനകത്ത് പ്രതിയാകും എന്നാണ് ഞാൻ കരുതുന്നത്.